ഒരു കാട്ടിൽ എങ്ങനെ പാസേജ് ഉണ്ടാവില്ല അല്ലേ? ആ എന്നെ വേഗം പിടിച്ച് വണ്ടി പോയാൽ കൊക്കയിലേക്ക് മോളുണ്ടെങ്കിൽ ഓടാൻ പോലും സ്ഥലല്ലേ. പേടിയാവുന്നുണ്ട് ഗൈസ്. പെട്രോൾ പമ്പിന് ഞങ്ങളിതാ പെട്രോൾ പമ്പ് കസിൻസുമായിട്ട് പോകുന്നുണ്ട്. ഒലയിൽ വണ്ടി ആക്സസ് സുസുക്കി 12 ഏതാ വണ്ടി ചേർന്ന 125 ആണ്. 2 അലവലാദികളാണ്. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. പത്രക്കാരൊക്കെ റോഡുകളുണ്ട്. എന്താണ് ചെയ്യാൻ അറിയൂല. പത്രക്കാരോ ഏകദേശം ചീക്കിലോട് റോഡിന് പോയിട്ട് ഈ റോഡാണ് ഏകദേശം തോന്നുന്നത്. അന്ന് അറിയൂല കറക്റ്റ്. അത് പോയി നോക്കാം. റോഡാണ് തോന്നുന്നോ? വീണ്ടും പത്രക്കാര് പോയതായിരുന്നു പൊക്കുന്നതല്ലേ. അങ്ങനെ പൊക്കുന്നാണ് പത്രത്തിലുള്ള ആള് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഫുൾ പാടങ്ങളാണ് ഗൈസ്. പാടമല്ല, വയലുകളാണ്. കറക്റ്റ് ഡെസ്റ്റിനേഷൻ പറഞ്ഞിരിക്കും. കറക്റ്റ് നമ്മൾ നരിക്കുനിന്നാണെങ്കിൽ നന്മന്ത റോഡിൽ വന്നിട്ട് ചീക്കിൽ റോഡിലേക്ക് കയറിയിട്ട് മുക്കുന്ന് മലയിലേക്ക് റോഡുണ്ട്. സാധാരണ അമ്പല റോഡാണ് പറയുന്നത്. അമ്പലം കാണുന്നില്ല. മാപ്പിലുണ്ട്. പൊക്കുന്ന് ഹിൽസിലടിച്ചാൽ 3 വഴികളുണ്ട്. 3 വഴികളിൽ ഏറ്റവും ഈസിയായ വഴിയാണ് ഇത്. നമ്മൾ പോകുന്നത് നമുക്ക് തന്നെ ഉറപ്പില്ല ഈ റോഡാണ്. നമ്മൾ ഏകദേശം അഡ്രസ്സ് അറിയാണ്. വലിയ പൊക്കുകളാണ്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ വലത്തേ സൈഡിൽ കൂടി ഓടിക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പൊക്കയിലേക്ക് മുഖം എങ്ങോട്ടാ പോകുന്നത്? പൊക്കുന്നു ഹിൽസ്. വഴികൾ ഇരുണ്ടേറിയ വഴികളാണ്. നമ്മളങ്ങനെ ഡെസ്റ്റിനേഷൻ എത്താനായിരിക്കുന്നു. എത്താനായോ? ഓഫ് റോഡാണ്. വഴിയാണ് നമ്മൾ തപ്പി പിടിക്കേണ്ടത്. ഇതാണ് മലവിൻ്റെ വ്യൂ. ഞങ്ങൾ വേറെ ശ്രദ്ധിച്ച ആൾക്കാരെ ഓടിയ വണ്ടികൾ. നമ്മളെ വ്ളോഗ് വിജയിക്കണം, ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മളെ ഏറ്റവും വലിയ ദൗത്യം. ഇതാണ് ഞാനും എൻ്റെ പെങ്ങളും യാത്ര തുടരുകയാണ്. ബൈക്കലുണ്ട്, നല്ലോണം സ്ലിപ്പാകുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വീണാൽ നിങ്ങളൊന്നും ചിരിക്കരുത്. വ്ളോഗ് ചിലപ്പോൾ അവസാനിക്കുന്നതായിരിക്കും. ഞാൻ ഓഫർ കണ്ടത് അതവിടെ മലകൾ. ഇനി വണ്ടി പോവാ. പുരയിലേക്കുള്ള വഴിയാണ് പോകുന്നുണ്ട്. ഇതാണ് വഴിയും തോന്നുന്നു. കറക്റ്റ് അറിയൂല. റൂം അവൈലബിൾ എടുക്കാം. AC അവൈലബിൾ ആണ്. AC ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, തണുപ്പുണ്ട്. അങ്ങനെ നല്ല വ്യൂ കാണിച്ച്. മല എവിടെ മല? അങ്ങനെ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കാണ്. പൂക്കുന്നുമല. ഞങ്ങൾ രണ്ടാളും മഞ്ഞക്കോട്ടോ. നമ്മള് മഞ്ഞക്കോട്ട. ഈ റോഡില്ല ഗൈസ്. വണ്ടി പോവാൻ നോക്കാം നമ്മൾ ആദ്യം. വണ്ടി പോയാൽ കൊക്കയിലേക്ക് വിളിക്കും. അടിപൊളി വ്യൂ ആണ്. ഇതാടപ്പുകൾ കാണാൻ കൊണ്ടോന്ന് നമ്മൾ കണ്ടിരിച്ചു. അല്ല അതല്ലല്ലോ, ഇത്ര കാടൊന്നുമില്ല ഈ മലയിലേക്ക്. 2-3 വഴിയുണ്ട്. റോഡാണോ ആദ്യം നോക്കാം.
ഇവിടെ പോലും കിട്ടൂല കേട്ടോ ലൊക്കേഷൻ. അതാണ് ഇത് രാത്രി വൈകുന്നേരം അല്ല അപ്പീസില്ലാത്തൊരു അപ്പഴ വിഭവമുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, പാമ്പുണ്ടാവും. പാമ്പ് ഇപ്പാന്നുണ്ട് നോക്കണേ, കൂടെ പിടിക്കാം. ഇതാ അലവലാദികൾ ഇതാ വരുന്നുണ്ട്. കാട് കയറി ഞങ്ങൾ ചാവിയൊക്കെ കീസല്ലേ അല്ല അതില് കണ്ടെടുത്തൊക്കെ ആണെന്ന് തോന്നുന്നു. എടാ വേറെ വയ്യില്ല, ഇതിലെ വയ്യുണ്ടടാ. വാ, ഇതന്നെ വയ്യ, ഇങ്ങോട്ട് വാ. കേറ്. എന്റെ മോളുണ്ടെങ്കിൽ ഓടാൻ പോലും സ്ഥലല്ലേ. വാ, പിടിക്കൊന്ന് കാട്ടുപോത്തുണ്ടാവും പറയുന്നേക്ക. പേടിയാവുന്നുണ്ട് ഗായ്സ്. ആൾക്കാർ പോകുന്ന പാസേജ് ആണ് അത്രയും. കണ്ടോ, ഒരു കാട്ടിൽ ഇങ്ങനെ പാസേജ് ഉണ്ടാവില്ല അല്ലേ. വാ വാ, നല്ല കാടാ സംഭവം. മല കയറണം, അതാക്കാണ് ടാസ്ക്. ഉച്ചക്ക് കയറി. ഹലോ, പാമ്പുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. പാമ്പേ ഓടാനാ, ഞാനൊരു ഓട്ടോ ഓടും. നിങ്ങളെടെങ്കിലും ഓടിക്കോളി. ആ ഇന്നെ വേക്കുന്നാരോ ഓടിച്ച്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു. തന്നെ പച്ചപ്പ് കണ്ടിരിക്കുന്നു മലന്റെ മുകളിൽ. വാവ്, നമ്മളങ്ങനെ എത്തിയിരിക്കുന്നു ഗായ്സ്. ദാ ഭയങ്കര കാടാണല്ലേ, ശ്രദ്ധിക്കണല്ലേ വരുമ്പോ. ഇതിനെന്താ പറയാനല്ലേ കാടിനെ കുറിച്ച്? അതിലെ എന്താ പറയാനല്ലേ? എന്നാ പുല്ലിനുള്ളിൽ ഞാൻ ഇറങ്ങുന്ന സ്ഥലം നോക്കണേ. ഇതെന്താ വഴി? ഇതന്നെ കയറിയാ മതി. അതാ പറഞ്ഞേ, ഞാൻ കേറ്. എന്നാ ഈ വഴി ഞാനവിടെ എത്തി. ഇതിലെ കയറണോ? ഇങ്ങനെ കടിച്ചാ ശരിയാവോ? മഞ്ഞ ഞാൻ എന്താ കോട്ട് ചേഞ്ച് ചെയ്യാൻ പോവാണ് ഗൈസ്. വെള്ളം എനിക്ക് ചേരുന്നില്ല, എന്താ സബ്സ്ക്രൈബേഴ്സ് പറയുന്നുണ്ട്. ആട്ട് കേറ്. എന്നിട്ട് നമ്മളെ കാര്യം കാര്യം പിടിക്കും വരും വരാനല്ലേ. കോടല്ലല്ലോ അവിടെ, ഭാഗ്യല്ല. നല്ല രസമുണ്ടല്ലോ, നല്ല പച്ചപ്പ്. കേറ്. നേരം പോയി, ട്രെയിന് 10 മണിക്ക് പോവും. നിങ്ങളെ വിചാരിച്ചതല്ല. കോട്ട് ചേഞ്ച് ചെയ്യാ. കാറ്റില്ലല്ലോ. അല്ലാ
നിക്കല്ലേ കൊയങ്ങരുത്. നല്ല വ്യൂ ഉണ്ടോ? ഒരിളകുണ്ട്. ഇലകുണ്ട് ഗായ്സ്. വ്യൂ എന്താടാ വ്യൂ ഉണ്ടായപ്പോ? നല്ല വ്യൂ കേട്ടോ. കമന്റ് സബ്സ്ക്രൈബ് ഇങ്ങനെ ഇടുന്നുണ്ട്. വീടടാ പോത്തെ നിക്കാണ്ട്. ക്ലിപ്പ് അഴിഞ്ഞ ആദ്യം വീണോ? എന്നിട്ട് പോയി നോക്ക് എന്താ പറ്റുക. ഓ ലൈക്ക് കിട്ടും. താഴോട്ട് നോക്ക് എന്നാ ലൈക്ക് കിട്ടും. അടയാളം നടക്കുന്നവര് അടയാളൊക്കെ നമുക്ക് ഈ വയ്യാനുണ്ട്. അല്ല ഇനി എന്റെ അത് ആരാ മൂത്രമൊഴിച്ചേ? നീ മൂത്രമൊഴിച്ചോ? ഗായ്സ് നിങ്ങളൊക്കെ ബാത്റൂമിൽ കറക്റ്റ് പോയിക്കോ. എന്താ ഇവിടെ വന്ന് മൂത്രമൊഴിക്കാൻ സ്ഥലം ഉണ്ടല്ലോ കേട്ടോ. എന്ത് പ്രശ്നം? പോയി ഒരുങ്ങാൻ നോക്കി. ആരില്ലേ? ജനങ്ങളെ ആരില്ലേ? അടിപൊളി. വേറൊരു വീഡിയോ എടുക്കാണ്. ബാബാ കേറ്. നമ്മളെ വയനാട്ടിലെ പുല്ലും ഈ പുല്ലും വ്യത്യാസമുണ്ട്. ഈ പുല്ല് പശു തിന്നുന്ന പുല്ലാണ്. അത് സ്റ്റൈലാക്കിയതിനോ കിട്ടിയില്ല. ഇനി എന്താ അങ്ങനെ പിടിക്കുന്നേ? ഞാനെന്നാ അങ്ങനെ കേറുക? ഇങ്ങോട്ട് തള്ളിയിടുക. ഇവിടുത്തെ കേറ് മുന്നിൽ കയറി. എന്നാ ഇനി വീണാ ഞാൻ പിടിക്കൂ. മഞ്ഞ് പൊക്കൂ. അതാ പറഞ്ഞേ വെളിന്റെ തള്ളിയിട്. രാവിലെ തന്നെ ലൂബിനെ മൈക്കപ്പ് കെട്ടാണ് വന്നത്. ആണല്ലേ? അവിടെ ശരിയാക്കണം നമുക്ക്. പാമ്പ് പാമ്പ് വെള്ളം എടുത്തില്ലല്ലോടാ. നമ്മളിവിടെ എത്തിയിരിക്കുന്നു. കുക്കുംബീച്ചിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊന്നുമല്ല നിങ്ങൾ കണ്ടത്. നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ഇതാണ് കാണിച്ചു തരാം. ഇതാണ് വ്യൂ. ഞാൻ കാണിച്ചു തരാം കറക്റ്റ് വ്യൂ. രണ്ട് ഭാഗവും ഒരു ഭാഗത്ത് മല കാണുന്ന രണ്ട് ഭാഗം കൂടി വ്യൂ ആണ്. ഏറ്റവും വ്യൂ ഉള്ള സ്ഥലം. ഞങ്ങളിതാ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വന്നിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ, 5 മിനിറ്റ് ആയിട്ടുള്ളൂ. എന്താണ് ഈ കുന്നിനെ കുറിച്ചുള്ള അഭിപ്രായം?
വല്ലാത്തൊരു കുന്നായി പോയാണ് പറയുന്നത്. നമുക്ക് വിചാരിച്ചോണം കൂടെ കിട്ടിയില്ല. കാരണം സാധാരണ നമുക്ക് എന്തായാലും പറയാൻ നമുക്ക് സ്നോഫാൾ കിട്ടിയില്ല. ഒരു ഇന്ത്യക്കാർ റോഡ് വന്ന് കിട്ടി. വയ്യാക്കാ ഒരു കപ്പിൾസ് ആ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. भैया उधर लड़की नहीं है, उधर पाम्ब है पाम्ब. ओए അതിൽ മുഖേർന്ന് ഭയ്യ അണ്ടി വറക്കി ഇറങ്ങാ. ഒരു കുരങ്ങനുണ്ട്, നന്മണ്ടയിലും കുരങ്ങന്മാരുണ്ട് പറയുന്നേക്കാ. ഇരിക്കാണ് എന്റെ കോമഡി. നേരത്തെ അപ്പിടുന്നുണ്ടാണ്. എടി പൊട്ടിങ്ങൾ വെറും പൊട്ടന്മാരാ. കുറച്ചൊക്കെ കള്ളത്തരം വേണോ? നല്ല കുറച്ച് കള്ളത്തരം ഉണ്ട്, എന്നാലേ പുറയും ചാടാനാവും, അല്ലാണ്ട് വിടൂല. നിങ്ങൾ എന്ത് മൊയന്തടാ. ഇവള് രണ്ടാളെയും വിടൂല. അവള് വാപ്പന്റെ മോളാണ്. കക്കൂസിൽ വരെ വരിയാക്കി വിടല്ല. എങ്ങനെയോ ചാടി തന്ന് ഇവിടെ കക്കാടംപോയിൽ പറഞ്ഞ എടുക്കുന്നത്. ഇവിടെ എത്ര ദിവസമായി പറയുന്നറിയോ ഗൈസ്? കക്കാടംപോയിൽ ഇന്നോളെ വിടുന്നില്ല. നമ്മള് ഭയങ്കര ഇതാ വാപ്പന്റെ ഇടയില് തൂറി പോയല്ലേ. ധാരാളം മുക്കുന്നുണ്ട് ഇവിടുന്ന്. നമുക്ക് വിചാരിച്ചോണം കൊണ്ട് ആയില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടവർ അടിച്ച് പൊട്ടിച്ചാലോ. എന്നപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. വെള്ളപ്പോ നമ്മൾ പോകുമ്പോ ഒരു മഴ പെയ്തിരിക്കുന്നത്. നമ്മള് ഫുഡ് കഴിച്ചിട്ടാണ് പോവാ.